നോയിഡയിൽ പാല് കുടിച്ചതിന് ശേഷം പേവിഷബാധ വന്നൊരു സ്ത്രീ മരിച്ചതായിട്ടുള്ള ന്യൂസ് ഞാൻ കണ്ടിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പേവിഷബാധയെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വളരെ ഈസി ആയിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഈ ന്യൂസിൽ പറയുന്നത് പാല് തന്ന പശുവിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തെരുവുനായ കടിച്ചതായിട്ടാണ്. അതുപോലെ ഈ പശുവിന്റെ പാൽ ഈ സ്ത്രീ കുടിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ പശുവിന്റെ പാൽ ഈ സ്ത്രീ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പേവിഷബാധയുടെ ലക്ഷണങ്ങളായ വെള്ളത്തിനോടുള്ള പേടിയും അതുപോലെ ശബ്ദം കേൾക്കുമ്പോഴുള്ള ഇറിറ്റേഷൻ എല്ലാം കാണിച്ചു തുടങ്ങിയിരുന്നു. അതുപോലെ ഇതിനുശേഷം അവർ ചികിത്സ തേടിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. റാബീസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പശുവിന്റെ പാല് കുടിക്കുന്നതിലൂടെ പേവിഷബാധ പടരുന്നത് വളരെ റെയർ ആയിട്ടുള്ള കേസാണ്. ഇതുവരെ പ്രോപ്പറായിട്ട് അത് തെളിയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ചിന്റെ റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് പാസ്ചറൈസ് ചെയ്യാതെ ഇൻഫെക്റ്റഡ് പശുവിന്റെ പാല് നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ മുറിവിലായി കഴിഞ്ഞാൽ തന്നെ, ഉദാഹരണത്തിൽ വായിലുണ്ടാകുന്ന ചെറിയ അൾസറിൽ വരെ ഈ പാല് കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ പേവിഷബാധ ഉണ്ടായേക്കാമെന്നാണ്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ടൈം പാല് കുടിക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കുടിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.